നമസ്കാരമുണ്ട്. ഇന്നലെ രാത്രി ഒരു കടല മുട്ടായി വാങ്ങി. അതിൻ്റെ ഉള്ളിൽ ഒരാണി. എൻ്റെ മൂത്ത മോള് എടുത്ത് കഴിച്ചതിലാണ് ഈ ആണി. ഇത് നോക്കി, ഇത് വടക്കേ ഇന്ത്യയിൽ ഉള്ള ആൾക്കാരും ആരോ എൻ്റെ കടല മുട്ടായി ഉണ്ടാക്കി അതിന് നല്ല ലേബിളും കാര്യമൊക്കെ വെച്ചൊക്കെയാണ്. ഇത്ര വലിയ ആണി. ഇത് ആണി കാണുന്നുണ്ടോ? ഇതാണ് ആണി. ഈ ആണി ഈ കടല മുട്ടായിക്കകത്തിരുന്ന്. അപ്പോൾ ഇത് ഇനി കടല മുട്ടായി ഏത് സാധനം വാങ്ങാൻ പാടില്ല. ഞാൻ ആ കടയിൽ കൊണ്ടുവന്ന് കാണിക്കും. വലിയൊരു ബേക്കറി കടയാണ്. ആണി എള്ള് മുട്ടായിയാണ്. കടല മുട്ടായിക്കകത്തിരുന്ന ആണി ഇതാ കണ്ടോളൂ. ഇത്ര വലിയ ആണിയാണ്. ഇതാണ് പ്രോഡക്റ്റ്. അടുത്ത് ഈ കേരള ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇന്നലെ ഞാൻ കയറി. 39 രൂപ ടിക്കറ്റാണ്. 50 രൂപ കൊടുത്തപ്പം 10 രൂപ തന്നു. 1 രൂപ അവൻ്റെ കീശയിലായി. അവൻ കൊണ്ടുവന്ന് വെള്ളം അടിക്കാനോ എന്തിനെങ്കിലും അവൻ ആ കണ്ടക്ടർ യൂസ് ചെയ്യും. ഇതേമാതിരി 1 രൂപ വെച്ച് എത്ര പേര് പോകുന്നു? അത് അറൗണ്ട് 40 രൂപ ആക്കിയിരുന്ന അത് 1 രൂപ ഗവൺമെൻറ്റിന് പോകണമെന്ന് കുഴപ്പമില്ലല്ലോ. ഇവരെന്തിനിങ്ങനെ 39 രൂപ വെച്ചേക്കുന്നത്? 40 രൂപ ആക്കട്ട്. 39 രൂപ ആയിട്ട് എന്തിനു തരുന്നത്? 40 ആക്കി ആ 1 രൂപ ഗവൺമെൻറ് എടുക്ക്. അപ്പോൾ എത്രയോ നഷ്ടം ഇങ്ങനെ വരുന്നു. ആ ലാഭം വരില്ലേ? ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തെറ്റാണ്. ആ 1 രൂപ ഗവൺമെൻറ്റിന് പോട്ടെന്ന്. ഗവൺമെൻറ്റിന് അറൗണ്ട് ബില്ല് വയ്ക്കുക. ഓക്കെ എന്നാൽ.